കുറവിലങ്ങാട് കുരിനാട് പാവയ്ക്കൽ ഗവൺമെന്റ് എൽ പി സ്കൂളിന്റെ പുതിയ കെട്ടിട സമുച്ചയത്തിന്റെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് എം.എൽ.എ. നിർവഹിച്ചു. 100 വർഷം പിന്നിട്ട പാവയ്ക്കൽ സ്കൂൾ എന്ന അക്ഷരമുത്തശ്ശി നാടിന് അഭിമാനമാണെന്ന് എം.എൽ.എ. പറഞ്ഞു. ശതാബ്ദി പിന്നിട്ട കുരിനാട് പാവയ്ക്കൽ ഗവൺമെന്റ് സ്കൂളിന് പുതിയ കെട്ടിട നിർമ്മാണത്തിനായി അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് എം.എൽ.എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നാണ് പണം അനുവദിച്ചത്. 60 ലക്ഷം രൂപ വകയിരുത്തിയ കെട്ടിടത്തിന്റെ നിർമ്മാണം 2022 ഫെബ്രുവരിയിലാണ് ആരംഭിച്ചത്. മരങ്ങാട്ടുപള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബെൽജി ഇമ്മാനുവേലിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ മോൻസ് ജോസഫ് എം.എൽ.എ. പുതിയ കെട്ടിടം നാടിന് സമർപ്പിച്ചു. ശതാബ്ദി പിന്നിട്ട കുരിനാട് പാവയ്ക്കൽ ഗവൺമെന്റ് സ്കൂൾ നാടിന് അഭിമാനമാണെന്ന് എം.എൽ.എ. പറഞ്ഞു. ഒട്ടേറെ പ്രമുഖ വ്യക്തിത്വങ്ങളെ നാടിന് സംഭാവന ചെയ്യാൻ സ്കൂളിനായിട്ടുണ്ട്. സ്കൂളിന്റെ ശതാബ്ദിയോടനുബന്ധിച്ചാണ് പുതിയ കെട്ടിടമെന്ന ആവശ്യം ഉയർന്നു വന്നത്. ജീർണാവസ്ഥയിലായിരുന്ന പഴയ കെട്ടിടം കുട്ടികളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് കണ്ടാണ് ഫണ്ട് കുറവായിരുന്നിട്ടും സ്കൂൾ കെട്ടിട നിർമ്മാണത്തിന് തീരുമാനിച്ചതെന്നും എം.എൽ.എ. പറഞ്ഞു. നിങ്ങളുടെ എല്ലാവരുടെയും കൂടെ ഞാനും ഈ സന്തോഷത്തിൽ പങ്കുചേരുന്നു. നമ്മൾ ഒത്തിരി കാലമായി ആഗ്രഹിച്ച ഒരു നല്ല കാര്യം ഇവിടെ സാക്ഷാത്കരിക്കപ്പെട്ടതിൻ്റെ സന്തോഷമാണ് എല്ലാവർക്കും ഉള്ളത്. നമ്മുടെ സ്കൂളിന് വേണ്ടി ഫണ്ട് അനുവദിക്കുന്ന കാര്യം വന്നത് സ്കൂളിന്റെ 100 വർഷം തികയുന്നതിനോടനുബന്ധിച്ച് ഇവിടെ പ്രിയപ്പെട്ട സാബു തെങ്ങുംപള്ളി സാബു വെസ്റ്റും പറയുണ്ടായി. 100 വർഷം തികയുന്നതിനോടനുബന്ധിച്ച് ഉള്ള ചർച്ചകളിലാണ് നമുക്ക് ഈ ഒരു പുതിയ കെട്ടിടം എന്ന ആവശ്യം ഉയർന്നു വന്നത്. 100 വർഷം പിന്നിട്ട ഒരു വിദ്യാലയ മുത്തശ്ശിയാണ് യഥാർത്ഥത്തിൽ പാവയ്ക്കൽ ഗവൺമെന്റ് എൽ പി സ്കൂൾ എന്നുള്ളത് അഭിമാനത്തോടു കൂടിയാണ് നമുക്ക് സ്മരിക്കാൻ കഴിയുക. ഈ പ്രദേശം മുഴുവനുള്ള എല്ലാവരും പഠിച്ചുകൊണ്ടിരുന്നത് പ്രാഥമിക വിദ്യാഭ്യാസം നിർവഹിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ ഈ സ്കൂളിലാണ്. ഇവിടെ തന്നെ പാറക്കുടി, പോത്തുങ്കൽ, വാക്കാട്, ചീങ്കല്, കോഴ, കുറവലങ്ങാട്, അടുത്തതിൽ ഇപ്പുറത്തേക്കുള്ള ഒരുമാതിരി എല്ലാവരും ഇവിടെയാണ് അടിസ്ഥാന വിദ്യാഭ്യാസം, പ്രാഥമിക വിദ്യാഭ്യാസം നിർവഹിച്ചിട്ടുള്ളത്. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ സാറ് ഇവിടെ ഹെഡ് മാസ്റ്റർ ആയിരുന്ന സമയത്താണ് ഞാൻ മനസ്സിലാക്കിയുണ്ടായി ഇപ്പുറത്തെ കെട്ടിടം പണിയാൻ വേണ്ടി. എന്നോടൊപ്പം അദ്ദേഹം പറഞ്ഞു, 1 ലക്ഷം രൂപ അന്ന് ഗവൺമെന്റ് കൊടുത്തത് വിനിയോഗിച്ചുകൊണ്ടാണ് അന്നൊരു കെട്ടിടം പണിതത് എന്ന് പഴയ ഹെഡ് മാസ്റ്റർ ഇവിടെ സാക്ഷ്യപ്പെടുത്തുകയുണ്ടായി. അപ്പം അങ്ങനെ ഉണ്ടായ ഒരു കാര്യം. പിന്നീട് നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന കെട്ടിടം അതുമൊക്കെ കാലപ്പഴക്കത്തിൽ ജീർണാവസ്ഥയിലേക്കായി തീർന്നപ്പോൾ കുട്ടികളുടെ സുരക്ഷിതത്വത്തെ അത് ബാധിക്കുന്ന അവസ്ഥയുണ്ടായി. അപ്പോഴാണ് നമ്മൾ പുതിയ കെട്ടിടം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ വന്നത്. സെന്റ് ആൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാനേജർ ഫാദർ സ്റ്റാൻലി ചെലിയിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി.സി. കുര്യൻ, കോട്ടയം ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി.എം. മാത്യു, വിദ്യാഭ്യാസ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ സുബിൻ പോൾ, അഗ്രോ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ മുൻ ചെയർമാൻ ഇ.ജെ. അഗസ്തി, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡോക്ടർ സിന്ധുമോൾ ജേക്കബ്, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉഷ രാജു, വാർഡ് മെമ്പർ സാബു തെങ്ങുംപള്ളി, മറ്റ് ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ, രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ, മുൻ അധ്യാപകർ, ഹെഡ് മിസ്ട്രസ് റീന പോൾ, പി.ടി.എ. പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ കെ.എസ്. തുടങ്ങിയവർ സംസാരിച്ചു. സ്റ്റാർ വിഷൻ ന്യൂസ്, കുറവലങ്ങാട്.